നിന്റെ വീട്ടിൽ അമ്മയും വന്നു വരും. ഉണ്ടോടാ നിന്റെ വീട്ടിൽ അമ്മയും വന്നു വരും. ഉണ്ടോ? ഉണ്ടോടാ? പറ്റി ഞാൻ ക്യാമറ കാണിക്കണോ? കാണിക്കണോ ക്യാമറയില്? നിനക്ക് എന്റെ അങ്ങിത്ര തുറന്നോ? തുറന്നോടാ. വെള്ള കുപ്പായം വെള്ളം ഉടുപ്പിട്ടോണ്ട് വന്ന് ഇവിടെ കോപ്പറം കാണിക്കല്ലേ? കാണിക്കല്ലേടാ നീ? നിനക്ക് കാണണോ? നിനക്ക് കാണണോ തെളിവ്? ഹായ് ഗൈസ്, നമസ്കാരം. കുറേ ദിവസമായിട്ട് നമ്മളിടുന്ന ഏത് വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണുങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്ന അബദ്ധങ്ങൾ മാത്രമാണ്. ഇതിൽ ആത്മഹത്യ ഉണ്ടാവും, പ്രണയം ഉണ്ടാവും, ഇനി പ്രണയ നൈരാശ്യം മൂലം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ കുറച്ച് കാലത്തിന് ശേഷമാണ് എൻ്റെ ഭഗവാനെ ഞാൻ ഒരു അടിപൊളി വീഡിയോ കാണാൻ ഇടയായത്. ചെയ്യുന്ന സമയം ഒരു പെണ്ണെന്ന നിലയിൽ അഭിമാനം തോന്നി ചെയ്യുന്ന ഒരു വീഡിയോ. ഒരു പെണ്ണാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു തവണയെങ്കിലും അഭിമുഖീകരിച്ചിട്ടുള്ളൊരു പ്രശ്നമായത്. ബസ്സിൻ്റെ ഉള്ളിലോ റോട്ടിൽ നടക്കുമ്പോഴോ അല്ലെ തിരക്കുള്ള സ്ഥലത്ത് വെച്ചോ അനാവശ്യ സ്ഥലങ്ങളിൽ കയറി പിടിക്കുക. അതിനിപ്പോൾ പ്രായവ്യത്യാസമൊന്നുമില്ല, ആര് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏറ്റവും മാന്യരായി കാണുന്ന, മാന്യരെ പോലെ വസ്ത്രം ധരിച്ചു വരുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഈ സ്വഭാവം കുറച്ച് കൂടുതൽ. ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും വയസ്സന്മാർ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ബസ്സിൽ വെച്ച് നടക്കുകയുണ്ടായി. അത് അനിയത്തി വീഡിയോ എടുത്തിട്ട് ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു. ചേച്ചി പബ്ലിക്കായിട്ട് ആ ആളെ വീഡിയോ എടുത്തുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പോയി കാണാം. ആദ്യം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയത്തിയോട് മോശമായി പെരുമാറി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അയാൾ അനിയത്തിയുടെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്നൊരു ഭാഗം. ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല, നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് പോത്തേ ഉള്ളൂ. കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും. അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവൃത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം. അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം. അപ്പം ഇതാണ് സംഭവം. ബസ്സിൽ തൊട്ടടുത്തിരുന്ന ആള് പെൺകുട്ടീൻ്റെ പ്രൈവറ്റ് ഭാഗത്തോട്ട് ടച്ച് ചെയ്യാൻ നോക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ പൊതുവേ തന്നെ ബസ്സിലിരിക്കുന്ന സമയം, ബസ് കയറുമ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി എന്നൊരു എയിമ. എനിക്ക് നിന്ന് പോകുന്നത് പൊതുവേ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ സീറ്റ് തിരഞ്ഞെടുക്കുന്ന സമയം ഈ കള്ള് കുടിക്കാത്ത, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, സ്റ്റേബിളായി നിൽക്കുന്ന ആൾക്കാർ ആരാണോ അവരെടുത്ത് പോയി നമ്മൾ ഇരിക്കും. ഞാനൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കും. ആൻഡ് എൻ്റെ ഒരു നോട്ടവും ഭാഗത്തു കൂടെ തന്നെ അയാൾക്കൊന്ന് കൺവേ ചെയ്യും. വെറുതെ ചൊറിയാൻ നിൽക്കണ്ട, പണി കിട്ടും എന്നൊക്കെ കൺവേ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ബസ്സിലിരിക്കുക. അപ്പം ഇവർ ഒരു പ്രായമായ ഒരു ചങ്ങായി ഇവരുടെ സീറ്റിൻ്റെ അടുത്ത് കയറിയിരുന്നു. അയാളുടെ കൈ വെച്ച് ഇങ്ങനെ തട്ടി തൊടാൻ പോവാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും. കുറേ പേര് ചെയ്യുക എന്താ അറിയോ, കുറേ പേര് റിയാക്ട് ചെയ്യില്ല. റിയാക്ട് ചെയ്യാത്തതിന് ഒരു മെയിൻ റീസൺ, ഇനി അയാൾ കൈ തട്ടിയപ്പം അറിയാണ്ട് തൊട്ടതാണോ അല്ലെങ്കിൽ എനിക്കിനി തോന്നിയതാണോ എന്ന കുറേ മെൻറ്റാലിറ്റി ഒക്കെ വരും. അതിൻ്റെ ഒന്നും ആവശ്യമല്ല. സീറ്റിലിരിക്കുകയാണെങ്കിൽ ഇരുന്നോള്. നമ്മളുടെ ഒരു പേഴ്സണൽ ഭാഗത്തോട്ട് അയാൾ തൊട്ടു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തട്ടി മാറ്റുക, അല്ലെങ്കിൽ നീങ്ങിയിരിക്കാൻ പറയുക, അല്ലെങ്കിൽ ഒരു കുത്തു കൊടുക്കുക. ഇതങ്ങ് ചെയ്തോളൂ. ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരാൾ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കുത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി സ്പീഡിലേക്ക് ആയിക്കൊണ്ട് ഒറ്റ കുത്ത് അങ്ങോട്ട് ഞാൻ കൊടുക്കും. എന്നിട്ട് ഞാനൊരു നോട്ടവും നോക്കും. അപ്പോൾ അയാൾ ഒന്നെങ്കിൽ എണീച്ചു പോവും, അല്ലെങ്കിൽ ഞാനും അയാളുടെ ഇടയിൽ ഒരു 1.5 കിലോമീറ്റർ സ്ഥലം വെക്കുന്ന രീതിയിൽ നീങ്ങി മാറിയിരിക്കും. നമ്മൾ ഒന്ന് റിയാക്ട് ചെയ്താൽ ഇവന്മാരൊക്കെ വായടയ്ക്കും. അതിനുള്ള ധൈര്യം മാത്രമേ ഈ പൊട്ടന്മാർക്കുള്ളൂ. പക്ഷെ റിയാക്ട് ചെയ്യാണ്ട് നിന്നാൽ അവന്മാർ പിടിച്ച സ്ഥലവും മാറും, നമ്മൾ ആ രീതിയിൽ കാണുകയും ചെയ്യും, അവന്മാർക്ക് അന്നത്തേക്ക് വേണ്ട കാര്യം കിട്ടുകയും ചെയ്യും. ഇത് വളരെ കോമണാണ്. വളരെ കോമൺ എന്ന് വെച്ചാൽ വളരെ കോമൺ. നമ്മളിപ്പോൾ ഒരു കഫേയിൽ പോയിരിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു തുണി വാങ്ങാൻ ഒരു കടയിൽ പോവുകയാണെങ്കിൽ, നമ്മളൊന്ന് നടന്നു പോവുകയാണെങ്കിൽ തന്നെ തട്ട് കാണണം. ചില ആൾക്കാരൊക്കെ മനഃപൂർവ്വം തട്ടാൻ വേണ്ടി നടന്നു വരുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആലോചിക്കും, ഇത്രമാത്രം ലൈംഗിക വൈകൃത പ്രശ്നം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഈ ലോകത്തുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും ഒരാളെയും തൊണ്ടൂല. അത്രയ്ക്ക് നാരായണക്കല്ലായിട്ടുണ്ട്. നമുക്ക് വീഡിയോന്റെ ബാക്കി ഭാഗം കൂടെ കാണാം. കാണിക്കണോ ക്യാമറയില്? നിനക്ക് എന്റെ അങ്ങിത്ര തുറന്നോ? തുറന്നോടാ.
വെള്ള കുപ്പായം വെള്ള ഉടുപ്പിട്ടോണ്ട് വന്ന് ഇവിടെ കോപ്പറം കാണിക്കല്ലേ? കാണിക്കല്ലടാ നീ. നിനക്ക് കാണണോ? നിനക്ക് കാണണോ? തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കണേ സംസാരിക്കുന്നത്. അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ. ഇത്രയും കൊണ്ട് ഒതുക്കിക്കോ. ഞാൻ പറഞ്ഞേക്കാം, സൈക്കിളിന് ഒരു പരിധി കൊണ്ടാ. നീ കയറ്റി എവിടെ കയറ്റുന്നു? ഈ തുണി അയച്ചറിഞ്ഞോ നിനക്ക്? അയച്ചറിഞ്ഞോ നിനക്ക്? ചേട്ടനിപ്പോ ഇതൊരു പോയപ്പോ ശ്രദ്ധിച്ചില്ലേ? ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ? ഏത് പബ്ലിക് ഫോം ആയാലും ഒരു സംസാരിക്കും, നീ സംസാരിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ വെറും ഊച്ചാലുകളായി പോകും കേട്ടോടാ. നീ എന്താ വിചാരിച്ചേ? വെറുതെ വീട്ടിൽ അഴിച്ചു വിട്ടേക്കുവാണെന്നോ? തന്റെ ഉണ്ടായിട്ടല്ലേ എവിടെ സാധ്യം പോണത്? സൈക്കിളിന് പരിധിയുണ്ട്. കുറെ നേരായി. ഇത് കൈ മെത്തയാണോ വെക്കാനായിട്ട്? മെത്തയാണോ? നിന്റെ അമ്മയ്ക്കുണ്ടോ? മെത്തയുണ്ടോ നിന്റെ അമ്മയ്ക്ക്? അതിന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ. നീ ഓരോന്നെ കെട്ടി വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. ഉണ്ടാവും ചെല്ല്, അല്ലെങ്കിൽ മുഴിപ്പിക്ക് ചെല്ല് മെത്ത. സൈക്കിളിനൊരു പരിധിയുണ്ട് മോനെ. അത് തള്ളയായാലും തന്തയാണെങ്കിലും. എന്ത് സോറി കാണിക്കേണ്ട കാണിച്ചു. മാസ് ഡയലോഗ്, പോളി ഡയലോഗ്, ഇങ്ങനത്തെ കാറ്റഗറി ഉള്ള ആൾക്കാരെടുത്ത് അത് തന്നെ പറയണം. ഒന്നും അറിയാത്തതുപോലെ കൈ കൂപ്പിയിട്ടുള്ള ഒരു അഭിനയം കണ്ടോ? എനിക്ക് ഏറ്റവും ശ്രദ്ധ വന്നൊരു സാധനം എന്താ അറിയോ? നേരെ അപ്പുറം സീറ്റിൽ രണ്ടാൾക്കാരെ കണ്ടോ? ഒരു വികാരവും ഇല്ലാണ്ട് എന്താന്ന് പോലും അറിയാണ്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണത്. പെണ്ണുങ്ങൾക്ക് മാത്രമാണ് നിയമം അധികം, പെണ്ണുങ്ങളെ മാത്രമാണ് സഹായിക്കുന്നത്, പെണ്ണുങ്ങളുടെ കൂടെ മാത്രമേ നിയമമുള്ളൂ. പെണ്ണുങ്ങളുടെ കൂടെ ആ നിയമം വേണ്ടേ? ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ ബസ്സിലിരുന്ന് ഏതെങ്കിലും ഒരാൾ അനങ്ങിയോ? ആ കണ്ടക്ടർ വന്നു എന്നല്ലാണ്ട് വേറെ ആരെങ്കിലും ഒരാൾ എണീച്ച് വന്ന് എന്തെങ്കിലും ചോദിച്ചോ? ഇരിക്കുന്ന ആൾക്കാർ വരെ അങ്ങോട്ട് നോക്കി ഇരുന്നേക്കുക. അപ്പൊ നിയമെങ്കിലും ഞങ്ങൾ അധികം ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടെ. അതിനിപ്പോ എന്തത്ര പ്രശ്നം? വേണ്ടത് നീ കാണിക്കുന്ന പ്രവർത്തിക്ക് നിനക്കും ഉണ്ടാവില്ലേടാ. ഒരു കൊച്ചോ ഒരു മോനോ ഉണ്ടാവില്ലേ? നിന്നെ പോലെ ആവൂലേടാ തലമുറയുടെ. അത് ആവില്ലേ? അത് നിന്നെയൊക്കെ വിശ്വാസം പെണ്ണുങ്ങൾ എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നത്? എങ്ങനെ പുറത്തിറങ്ങും? എന്തോ പ്ലീസ് പോയി ചാവണം നീയൊക്കെ. ഓരോ കാണുന്നില്ലടാ, ഒരു കുഞ്ഞുങ്ങളെ ഓരോ സ്ഥലത്ത് കൊണ്ട് പിച്ചിക്ക് കാണുന്നില്ലടാ. അപ്പൊ നീയൊക്കെ ഓരോ ചാറ്റ് നോക്കുമല്ലോ. എന്തോ ഒരു പാർട്ടിക്കാർ മുമ്പ് നീ എങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ത് ചെറുക്കന്മാരാന്ന്, അല്ലെങ്കിൽ ഇവനെയൊക്കെ കൊന്നു കളയണോന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിനക്ക് എന്താണ് ഉള്ളത് യോഗ്യത? എന്ത് യോഗ്യതയാണ് നിനക്കുള്ളേ? അവനോ നന്നാവണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ. സ്വന്തം വീട്ടിലെ പെണ്ണ് സുരക്ഷയാണ് നോക്കുന്നേ, എന്നിട്ട് കണ്ടവന്റെ പെണ്ണിനെ കെറുക്കുടി. സഹിക്കുന്നൊരു പരിധിയുണ്ട് മോനെ. നീയൊക്കെ നീ കാണിക്കണം, നാളെയും കാണിക്കും. ഒരു സോറി തീരില്ലടാ. ചെയ്ത് വെച്ചത് ഒരു സോറി നിനക്ക് അപ്പ തൊട്ട് തുടങ്ങിയതാ. സൈക്കിളിൽ ഞാൻ കൊറേ കൈ തട്ടി മാറ്റി വേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഞാൻ വെറുതെയാണ്. എനിക്ക് ആ സമയത്ത് ലൈവ് ഇടാം, ലൈവ് ഇവിടെ നാട്ടിക്കാം. ചെയ്യാത്തല്ലോ എനിക്ക് അപ്പനില്ലടാ. ചേട്ടൻ തെറ്റ് ചെയ്തോ ഇല്ലയോ? സമ്മതിച്ചാൽ ചെയ്തോ ഇല്ലയോ? ചെയ്തില്ലെങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. തെറ്റ് ചെയ്തില്ല, സമ്മതിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. തെറ്റ് ചെയ്തോ ഇല്ലയോ? ചെയ്തു. ചെയ്തില്ലേ? കൈ വെച്ചു എന്ന് പറയരുത്. ചേട്ടൻ എവിടെയും കൈ വെച്ചോണ്ട് ഇത്രയും നേരം ഇരുന്നോണ്ടിരുന്നെന്ന് എന്നോട് പറയണം. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. പിന്നെ പിന്നെ എന്റെ കുടുംബം ഇപ്പൊ എനിക്ക് നോക്കാൻ ആളുണ്ട്. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ മുഖം നാലാളെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്, നാണം കെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്തത്. ഇതിൻ്റെ ബാക്കി അങ്ങോട്ട് ഒരു 5 മിനിറ്റോളമുള്ള വീഡിയോ ആണ്. ഞാൻ ഇത്ര ഭാഗങ്ങളെ ഇടുന്നുള്ളൂ. ബാക്കി പുള്ളിക്കാരനെ ചോദ്യം ചെയ്യുന്നതും സംസാരിക്കുന്നതും അവർ റിയാക്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇവർ റിയാക്ട് ചെയ്ത രീതി കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഒരു പെണ്ണിന് അവളുടെ പേഴ്സണൽ ബോഡി അവൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു വ്യക്തി തൊടുന്ന സമയത്ത് അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. അത് വേറൊരു ഓപ്പോസിറ്റിലൊരു പെണ്ണിന് മാത്രമേ അത് മനസ്സിലാവും. അപ്പം അവർ ആ ഒരു ഇമോഷൻ്റെ പുറത്ത് പറഞ്ഞു പോയ കാര്യങ്ങളാണിത്. അവരുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഈ രീതി തന്നെയാണ് റിയാക്ട് ചെയ്തത് മാതൃകയാണ്. ഇനി തലമുറയിലുള്ള പെൺകുട്ടികൾക്കെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്താൽ മാത്രം പോരാ, ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിറയ്ക്കണം എന്ന് വെച്ചാൽ നിറയ്ക്കണം. ഇവരുടെയൊക്കെ തനി രൂപം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ഇവൻ്റെ ഭാര്യയ്ക്കോ ഇവൻ്റെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ ഇവൻ്റെ മോനുണ്ടെങ്കിൽ മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ ഇതറിയണം. ഭയങ്കര സുഖമല്ലേ, ഭയങ്കര രസമല്ലേ ഇങ്ങനെ മോശമായിട്ട് പെരുമാറാൻ? എല്ലാവരും ഇങ്ങനെ സഹിക്കുന്നു കരുതിയോ? എല്ലാവരും ഇരിക്കുന്നു കരുതിയോ? ഇല്ല, ഇന്നെല്ലാവരും മാറി, ഇന്നെല്ലാവരും റിയാക്ട് ചെയ്യുക. എവിടെയാണ് ഈ ലോകത്ത് സേഫ്റ്റി ഉള്ളത്? നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമാണല്ലോ, നിയമം ഫുള്ള് പെണ്ണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്ക് സേഫ്റ്റി അല്ലേ ഈ ലോകത്ത്. എവിടെയാണ് സേഫ്റ്റി ഉള്ളത്? ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുള്ളൊരു മനുഷ്യനാണ്.
ഒരു പാർട്ടി നേതാവായിരിക്കും ആ ഒരു വസ്ത്രധാരണയൊക്കെ കണ്ടിട്ട്, അല്ലേ വേണ്ട എന്തോ ആയിക്കോട്ടെ. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെ പുള്ളി ഇവിടെ ഈ ഒരു ബസ്സിൽ പബ്ലിക്കായി ഇരിക്കുന്ന സമയം പോലും ഒരു പെണ്ണിന് ഒരു പ്രൈവസി കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ എവിടെയാണ് പ്രൊട്ടക്ഷൻ? അപ്പം അതാ പറയുന്നത്, നമ്മളുടെ നിയമ സംവിധാനത്തിൽ മാറ്റം വരണം. ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. എന്നിട്ട് ഈ പെർട്ടിക്കുലർ വ്യക്തിനെ ഇറക്കണം. ലൈംഗികപരമായി മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ ഒരു ഫൈനും ഒരു 10 ദിവസമെങ്കിലും ജയിലിലിടണം. ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ, ആ ഏരിയയിലെ പത്രത്തിൽ എന്ത് ചെയ്യണം, ഇത് ഫ്രണ്ടിൽ കൂടെ പോകണം. പുള്ളി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പുറത്താക്കണം. പുള്ളി വർക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പുള്ളി എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ സാമൂഹികമായ ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന ആളാണ് അവിടെയൊക്കെ ഇറക്കി വിടണം. ആൻഡ് പുള്ളിക്കാരൻ്റെ നാട്ടിൽ ഈ ഫോട്ടോ ബാനർ പോലെ ഒട്ടിച്ച് വെക്കുകയും ചെയ്യണം. ഇതൊരു 100 ആളുടെ നിങ്ങൾ ചെയ്തോ, പിന്നെ 101ാമത്തെ തൊട്ട് ആൾക്കാർക്ക് ചെയ്യാൻ ഭയങ്കര പേടിയുണ്ടാവും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിനൊരു മാറ്റം വരും. ഇതൊരു പ്രചോദനം പോലെ ബാക്കി എല്ലാ പെൺകുട്ടികൾക്കും ഇതിനുള്ളൊരു തൻ്റെ ഉണ്ടാവട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.